ലോക്കി ബേത്തൽ മലയുടെ മേളിൽ കണ്ണുകൾ അടച്ച് തപസ്യ ചെയ്യുന്നു. എന്താണ് ഈ സംഭവിക്കുന്നത്? തീപിടുത്തം ഉണ്ടാവുക എന്ന് വെച്ചാൽ എന്തോ അപകടം വരാൻ പോകുന്നതിന്റെ സൂചനയാണ്. അവൻ ആകാശത്തേക്ക് അവന്റെ ചിറകുമായി പറക്കാൻ തുടങ്ങി. അവിടെ മൗവയിൽ മന്ത്രവാണി കാക്കി അവിടെ ഇരുന്ന് മന്ത്രം ജപിക്കുകയായിരുന്നു. ഗബ്രജാമൻ ഗബ്രജമാഞ്ചു ഗബ്രജാമം ഗബ്രജമാഞ്ചു. മന്ത്രവാദിനി കണ്ണുകൾ തുറന്ന്, ബേതാൽ, ഇതെന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്തിനാണ് നീ ജപിച്ചോണ്ടിരിക്കുന്നത്? ഇനി നമ്മുടെ ബേതാൽ, ഇനി അങ്ങോട്ട് നമ്മുടെ ബേതാൽ, ഭസ്മ ഭയങ്കര ബേതാൽ, ഇനി നമ്മുടെ ബേതാൽ, പറയൂ. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആ ബേതാലിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. ഈ ഭൂമിയിൽ 3 പേര് ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് എന്റെ അനുഗ്രഹം കൊണ്ട് വേതാളിന്റെ കിരീടം കിട്ടി. എന്നാൽ അവരെ 3 പേരെ നശിപ്പിച്ച് വേതാളിന്റെ കിരീടം കൈക്കലാക്കാൻ വേണ്ടി പ്രേതാത്മാവിനെ പൂജ ചെയ്ത് അത് നേടാൻ ശ്രമിക്കുകയാണ് അവൻ. അങ്ങനെ പ്രേതാത്മാവിന്റെ സഹായത്തോടെ അത് നേടാൻ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും തടയണം. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ലോക്കി അവിടെ വന്നു. അവൻ കണ്ടതെല്ലാം അവിടെ പറഞ്ഞു. വേതാളിനെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം എങ്ങനെ നമ്മൾ ചെയ്യും അമ്മേ? എനിക്ക് പേടിയാകുന്നു. മന്ത്രവാദിനി കാക്കി ബേതാൽ പറഞ്ഞതെല്ലാം അവനോട് പറഞ്ഞു. പേടിക്കണ്ട, നമുക്കെങ്ങനെങ്കിലും അവനെ കണ്ടുപിടിക്കാം. അവൻ ആ കിരീടം കിട്ടാൻ പാടില്ല. 16 വർഷത്തെ കഠിന പൂജ ചെയ്ത് നേടുന്ന ബേതൽ കിരീടം 16 അമാവാസിയിൽ നേടാൻ നോക്കുകയാണ്. അവൻ ആരാണെങ്കിലും കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് അവൻ ആ പ്രേതാത്മാവിനെ പ്രീതിപ്പെടുത്താൻ നോക്കുന്നത്. പ്രേതാത്മാവെന്ന് പറഞ്ഞാൽ വേതാളിനേക്കാളും വലിയ ശക്തി, അസുരശക്തി. അതെ, ബന്ധത്തിൽ ബേതാളിന്റെ മകളായി വരും ആ ദുരാത്മാവ്. നല്ല ആൾക്കാർക്കത് നല്ലത്. ശക്തികൾ നേടിയെടുത്തിട്ടുണ്ട് ആ പ്രേതാത്മാവ്. ബേതലിന്റെ പ്രേതാത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ദിവ്യദൃഷ്ടി കൊണ്ട് നോക്കൂ. വേതാളിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ആരാണത്? ഞാൻ നോക്കി, എന്റെ ദിവ്യദൃഷ്ടിയിൽ പോലും അത് വരുന്നില്ല. അതിന് ചുറ്റിനും പ്രേതങ്ങളുടെ കവചങ്ങളുണ്ട്. എന്താ അമ്മേ, നമുക്കത് തടയാൻ കഴിയില്ലേ? നീ നിന്റെ ചിറകിന്റെ സഹായത്തോടെ ഓരോ ഗ്രാമം പോയി നോക്കൂ. സംശയമായി എന്തെങ്കിലും തോന്നിയാൽ എന്നെ അറിയിക്കൂ. പോവൂ. ലോക്കി കാക്കി പറഞ്ഞ പോലെ പറന്ന് ഓരോ ഗ്രാമങ്ങളും തപ്പാൻ തുടങ്ങി. മന്ത്രവാദിനി കോലമിട്ട് ബേതാളിലിരുന്ന് ജപിക്കാൻ തുടങ്ങി. ഗബ്രജാമൻ ഗബ്രജമാഞ്ചു ഗബ്രജാമം ഗബ്രജമാഞ്ചു. മൗവയിൽ നിന്ന് കുറേ ദൂരം ബേരാപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം. അതിൽ ശ്മശാനത്തിൻ്റെ അടുത്ത് ഒരു ഒറ്റപ്പെട്ട വീടുണ്ടായിരുന്നു. അതിനപ്പുറം ഒരു കുഞ്ഞു വീട്ടിൽ ബില്ലയും ഭാഗ്യം താമസിക്കുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷമായിട്ടും അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശ്മശാനത്തിൻ്റെ അടുത്തുള്ള വീടിനെ എല്ലാവരും പ്രേതം നിറഞ്ഞ വീട് എന്നൊക്കെ പറയുമായിരുന്നു. ആ വീടിനിപ്പുറം ശ്മശാനമായിരുന്നു. അതിൻ്റെ അപ്പുറം നിറഞ്ഞൊരു കാടും. രാവിലെ പോലും ഭയങ്കര ഭയാനകമായിരുന്നു ആ പ്രദേശം കാണാൻ. അപ്പുറത്തെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ബില്ല ഭയങ്കര മടിയനായിരുന്നു. ഒരു ജോലിയും ചെയ്യാതെ എന്നും ഭക്ഷണം കഴിക്കണവന്. ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും. ഭാഗ്യയാണെങ്കിൽ ഒരു വൃത്തിയില്ലാത്തവളായിരുന്നു. വീടൊക്കെ അലങ്കോലമായി കിടക്കും. ചവറ് മുഴുവനും അപ്പുറത്തെ ഭിത്തിയിൽ നിന്നും അപ്പുറത്തെ പറമ്പിലോട്ട് ഇടുമായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ബില്ല അവളോട് മാങ്ങയുടെ കൂടെ പരിപ്പ് കറി ഉണ്ടാക്കാൻ പറഞ്ഞു. അതെ, മാങ്ങയൊന്നുമില്ല. ആ ശ്മശാനത്തിന്റെ മരത്തിൽ ഒരുപാട് മാങ്ങയുണ്ട്. ശ്മശാനത്തിൽ നിന്ന് മാങ്ങ പറിക്കാൻ എനിക്ക് ഭയമൊന്നുമില്ല. പറയൂ, നിനക്ക് എത്ര വേണ്ടേ? 2 മതിയോ? അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ പുളിയും കൂടെ കൊണ്ടുവരണം. ശരി, ഇപ്പൊ കൊണ്ടുവരാം. ആ ഉച്ച സമയത്ത് ശ്മശാനത്തിൽ നിന്നും അവൻ മാങ്ങ പറിക്കുകയായിരുന്നു. മരത്തിന്റെ കമ്പിൽ ഒരു അദൃശ്യമായ പ്രേതം കിടപ്പുണ്ടായിരുന്നു. എന്തൊരു കഷ്ടമാണ്. ഇവന് ശ്മശാനം പച്ചക്കറി കട പോലെ. എന്തെങ്കിലും വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും.
ഉറങ്ങാൻ സമ്മതിക്കില്ല. ശല്യം. ശ്മശാനത്തിൽ നിന്നും പറിച്ചുകൊണ്ട് ഭാഗ്യയ്ക്ക് കൊടുത്തു. ഞാൻ പറയാൻ മറന്നുപോയി. ശ്മശാനത്തിനടുത്തുള്ള വീട് ആരോ വാങ്ങിയെന്ന് ഗ്രാമമുഖ്യൻ എന്നോട് പറഞ്ഞായിരുന്നു. ആ വീട് അവര് വാങ്ങിച്ചോ? അപ്പോ ഇനി നമുക്ക് പേരയ്ക്കൊന്നും മരത്തിന്ന് പറിക്കാൻ പറ്റില്ല അല്ലേ? പേരക്കയുടെ കാര്യം വിടൂ. അവരുടെ മുറ്റത്തോട്ട് മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കൂ. ഇനി അത് വഴക്കാകും. ബില്ല പറഞ്ഞ പോലെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഒരു ഭാര്യയും ഭർത്താവും മോഹനും മഞ്ജരിയും താമസിക്കാനായി വന്നു. അന്ന് ഭാഗ്യവശാൽ ഭാഗ്യ ചവറെല്ലാം കൂടെ അപ്പുറത്തെ ഭിത്തിയിൽ നിന്ന് ഇപ്പുറത്തെ പറമ്പിലോട്ട് ഇട്ടു. ഇത് മഞ്ജരി കാണുകയും ചെയ്തു. അയ്യോ ക്ഷമിക്കണേ, അറിയാണ്ട് ഞാൻ ചവറിട്ടുപോയി എന്നത്തേം പോലെ. അതിനെന്താ, ചവറിട്ടോളൂ, എന്നും ഇട്ടോളൂ. ഞങ്ങൾക്ക് ആടിന്റെ കച്ചവടമാണ്. ഈ ചവറെല്ലാം ആട് നിന്നോളും. ആടോ? എവിടെയാണ്? നിങ്ങൾക്ക് വേറെ എവിടെയും വീട് കിട്ടിയില്ലേ? ഈ ശ്മശാനത്തിന്റെ അടുത്തുള്ള ഈ പ്രേതഭവനം തന്നെ വാങ്ങണമായിരുന്നോ? ആടുകൾ എടുക്കാൻ എന്റെ ഭർത്താവ് പോയേക്കുകയാണ്. എന്തു ചെയ്യാനാ? ആടുകളെ മേയ്ക്കണമെങ്കിൽ നല്ല സ്ഥലം വേണ്ടേ? നഗരത്തിലാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും സ്ഥലത്തിനൊക്കെ. ഇതാവുമ്പോ വില കുറഞ്ഞങ്ങ് ഞങ്ങക്ക് കിട്ടി, അതാ. ഓ അങ്ങനെയാണോ? വീട്ടിൽ ചെന്ന് ബില്ലയുടെ എല്ലാ കാര്യങ്ങളും അവൾ പറയുന്നു. ഗ്രാമത്തിലെ ആൾക്കാരാണെങ്കിലും നല്ല ആൾക്കാരാണ്. ഞാനപ്പുറത്ത് ചവറിട്ടേന് അവരൊന്നും എന്നെ പറഞ്ഞില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബേതാളിൽ നിന്നും ലോകി പറന്നു ഓരോ ഗ്രാമത്തിലും പോയി നോക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിലിറങ്ങി നടക്കാൻ തുടങ്ങി. കുറച്ച് ആൾക്കാരുടെ ബഹളം കണ്ടപ്പോൾ അവിടെ എന്താണെന്ന് അന്വേഷിക്കാൻ നോക്കി. ചെന്നന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് 1 മാസത്തിൽ 13 പെൺകുട്ടികളെ ആ ഗ്രാമത്തിൽ നിന്ന് കാണാതായെന്ന്. ഒരു മരത്തിന്റെ അടിയിലിരുന്ന വയസ്സന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ, കാണാതായ പെൺകുട്ടികളെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല മോനെ. ഒരിക്കലും വരില്ല. കാരണം അവരെ കൊണ്ടുപോയതൊരു മനുഷ്യനല്ല, മൃഗവുമല്ല, പിശാശാണ്. പിശാശോ? അതേ പിശാശ് തന്നെ. അങ്ങ് ഗ്രാമവാസികളോട് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, പക്ഷെ അവരാരും എന്നെ വിശ്വസിച്ചില്ല. രാത്രിയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതാ. ലോകിയ ഗ്രാമത്തിൽ തന്നെ കാത്തുനിന്നു. ആ പിശാശ് വീണ്ടും വരുമെന്ന് ഓർത്ത്. ഒരുപാട് സമയമായിട്ടും അതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. അവൻ വേറെ ഗ്രാമത്തിലോട്ട് പോയി. അപ്പുറത്ത് ചെമ്മരിയാടും ആടിന്റെയും കൂടെ മോഹൻ വീടെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ മോഹൻജി വീട്ടിൽ നിന്നും മണ്ണ് കൊണ്ടുവന്നത്? വീട്ടിലെന്താ കിണർ കുഴിക്കുവാണോ? ഇവിടെ എങ്ങനെ കിണർ കുഴിക്കുന്ന ബില്ലച്ചേട്ടാ? ഇത് പഴയ വീടല്ലേ, ഒട്ടും ബലമില്ല. ഞാൻ തമാശ പറഞ്ഞതാ. നിങ്ങളുടെ അടുത്ത് എത്ര ആടുകളും ചെമ്മരിയാടുകളോ ഉള്ളത്? കൃത്യമായിട്ട് അറിയില്ല, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. പക്ഷെ ചെമ്മരിയാടുകൾ 86 ഉണ്ട്. മറ്റേത് എത്ര ഉണ്ടോന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരുപാട് വൈകിപ്പോയിരുന്നു. നല്ല ഇരുട്ടുമായിരുന്നു. ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ബില്ലിയുടെ വഴി ഭയങ്കര ശാന്തമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു വിചിത്രമായ ഒരു സ്ത്രീ പറന്നു വന്ന് ഗ്രാമത്തിൽ നിന്നും രാത്രി ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ടങ്ങ് പോകും. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിൽ ആ പെൺകുട്ടിയെ കാണാതായതിന്റെ ബഹളങ്ങൾ തുടങ്ങി. ഗ്രാമത്തലവന്റെ നിർദ്ദേശം പോലെ ബേരാപൂരിൽ രാത്രിയാവുമ്പോൾ ആൾക്കാർ വടിയും കൊണ്ട് നടക്കാൻ തുടങ്ങി. ഒരു ദിവസം ചമ്പക്ലാൽ സേട്ട് അവിടെ വന്ന് ബില്ലയോട് കടം വാങ്ങിയ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ അവന്റെ വീട് ജപ്തി ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ബില്ലയ്ക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ 5 പൈസയിലായിരുന്നു. ഭാര്യയോട് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ എനിക്ക് 5 പൈസ കയ്യിൽ തന്നിട്ടുണ്ടോ? വേണമെങ്കിൽ അയൽപക്കത്തുനിന്ന് കടം വാങ്ങൂ. നിങ്ങൾ കടം വാങ്ങുന്നതിനെ കുറിച്ച് പിന്നീട് ആലോചിക്കാം. അവിടുന്ന് ഒരു ആടിനെ എടുത്തോണ്ട് വന്നാലോ? എടുത്തോണ്ട് വരാൻ ഇത് മാങ്ങിയൊന്നുമല്ല, ആടാണ്. അതിനവർക്ക് എണ്ണം കാണും. അവരുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്നത് നമ്മളല്ലേ, നമ്മളെ അവർക്ക് സംശയമാകും. അക്കാര്യത്തിൽ പേടിക്കണ്ട. എത്ര ആടുകളുണ്ടെന്നുള്ള എണ്ണം അവർക്കറിയില്ല. ഇന്ന് രാത്രി തന്നെ ആടിനെ അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് വരണം. അങ്ങനെ പറഞ്ഞ് അന്നേ രാത്രി ശബ്ദമുണ്ടാക്കാതെ അവൻ അപ്പുറത്തെ മതിൽ ചാടി അതിൽ നിന്നും ഒരാടിനെ പുറത്തോട്ട് കൊണ്ടുവന്ന് പതുക്കെ അവന്റെ കഴുത്തിന്റെ മേളിൽ വെച്ച് അവൻ നടക്കുകയായിരുന്നു. പ്രസാദ്യ രൂദന ആബ്രകം മൃഗാദ്യ വദന വിഭൂക്രകം ക്രം ഭ്രം ഭൂതാത്മാ. ആദ്യ രാത്രി സമയമായിരുന്നു. അതുകൊണ്ട് കാവൽക്കാരു പോലും കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. അവൻ നടന്നു പോകുമ്പോൾ
അവൻ്റെ തലയ്ക്ക് മീതെ എന്തോ ഒന്ന് പറന്നുപോയി. അവൻ ആദ്യം വിചാരിച്ച ഒരു പക്ഷിയാണ്. പക്ഷെ അതിൻ്റെ കാലുകളിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ പേടിച്ചു തന്നെ നോക്കി നിന്നു. അവൻ എങ്ങനെയൊക്കെയോ ധൈര്യം കൈവരിച്ച് അടുത്തുള്ള ഗ്രാമത്തിൽ പോയി ആടിനെ വിറ്റു. അതിൽ നിന്നും കിട്ടിയ പൈസ കയ്യിൽ വെച്ച് ബാക്കി പൈസ കൊണ്ട് ഭാര്യയ്ക്ക് ഉടുപ്പും മധുരപലഹാരവും കൊണ്ടുവന്നു. രാത്രിയിൽ അവൻ കണ്ട കാഴ്ചയെല്ലാം ഭാര്യയോട് പറഞ്ഞു. എന്താ, ചിറകുള്ള പിശാശോ? രാവിലെ തന്നെ ഗ്രാമത്തലവൻ ഗ്രാമത്തിലൂടെ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു ഒരു കുട്ടീനെയും കൂടെ കാണാതായെന്ന്. അപ്പൊ ആ പിശാശാണോ ആ പെൺകുട്ടിയെ എടുത്തോണ്ട് പോയത്? ഞാൻ രാത്രിയിൽ അത് കണ്ടെന്ന് ഇന്ന് പറയണോ? ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ മിണ്ടാൻ നിൽക്കണ്ട. എല്ലാരും ചോദിക്കും രാത്രി എന്തിനാ നിങ്ങൾ ആ സമയത്ത് ഇറങ്ങിയെന്ന്. അപ്പൊ കള്ളത്തരം വെളിയിലാവൂലേ? നിങ്ങൾ പോയി ഒരു ആടിനെയും കൂടെ തൂക്കി അതിനെ വിറ്റിട്ട് എനിക്കൊരു പാദസരം കൊണ്ടിത്താ. നിൽക്കൂ, കുറച്ച് ദിവസം കഴിയട്ടെ. ആദ്യമേ മോഷ്ടിച്ച് അവർ കണ്ടുപിടിക്കുമെന്ന് അറിയട്ടെ, എന്നിട്ട് വീണ്ടും മോഷ്ടിക്കാം. 3-ാം ദിവസമായി. ഒരു ദിവസം വൈകുന്നേരം കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ആടിനും ചെമ്മരിയാടിനും തളിക്കുകയായിരുന്നു. എന്താ മോഹൻ, എന്താ നിങ്ങൾ ഈ തളിക്കുന്നത്? വല്ല മദ്യം വല്ലതും ആണോ? ബില്ലച്ചേട്ടാ, ആടുകൾക്ക് ദൃഷ്ടിദോഷം വരാതിരിക്കാനായിട്ട് വേപ്പില തിളപ്പിച്ച വെള്ളം ഞാനിങ്ങനെ വിതറും. ഹാ, അതായത് ഞാൻ ആടുകളെ മോഷ്ടിച്ച കാര്യം അവൻ അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല. അത് ശരി. ഇപ്പം എത്ര ആടുകളുണ്ടെന്ന് അറിയാവോ? ഇല്ല ചേട്ടാ, എണ്ണി നോക്കിയില്ല. ശരി ശരി, ഞാൻ വെറുതെ ചോദിച്ചതാ. എങ്കിൽ ശരി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് പോയി. ഇതാണ് നല്ല സമയമെന്ന് ആലോചിച്ച് അവൻ പതുക്കെ ഇരുട്ടിൽ നടന്ന് മതിൽ നിന്നും ചാടിയപ്പുറത്തേക്ക് അതിൽ നിന്നും ഏറ്റവും നല്ല ആടിനെ അവൻ എടുത്തോണ്ട് വന്നു. അവൻ വിൽക്കാനായി ഗ്രാമത്തിലോട്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഗ്രാമത്തിൽ കാവൽക്കാരായി നിന്ന ആൾക്കാരെ കണ്ടവൻ ഒളിഞ്ഞു നിന്നു. ഈശ്വര, ഇവരെങ്ങാനും എന്നെ ഇപ്പോഴെങ്ങാനും കണ്ടാൽ ഞാൻ ഈ ആടിനെ മോഷ്ടിച്ചത് അവരറിയും. അങ്ങനെ ആലോചിച്ചുകൊണ്ടവൻ ആ ആടിനെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് കട്ടിലിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചു. അതെല്ലാം ശരി തന്നെ. നീ കൊണ്ടുവന്നേക്കണ ആടിനെയല്ല, ചെമ്മരിയാടിനെയാണ്. പണി പാളി. രാത്രി ആയതുകൊണ്ട് ആടാണോ ചെമ്പരിയാടാണോ എന്ന് അറിഞ്ഞില്ല. ആടുകളുടെ എണ്ണം അവൻ അറിയില്ല, പക്ഷേ ചെമ്മരിയാടുകളുടെ എണ്ണം അവന് കൃത്യമായിട്ട് അറിയാം. ഓ, എന്നും എണ്ണം നോക്കാനൊന്നും പോകുന്നില്ല. നോക്ക്, ഇന്ന് രാത്രി പോയിട്ട് ഈ ചെമ്മരിയാടിനെ അവിടെ കൊണ്ടുവച്ചിട്ട് ആടിനെ എടുത്തോണ്ട് വരണം. കാട്ടിലെ വഴി പോയാൽ മതി, അതാവുമ്പോൾ പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. ചെമ്മരിയാട് ആ വീട് മുഴുവൻ വൃത്തികേടാക്കി. ഭാഗ്യമാണെങ്കിൽ ആ ചെമ്മരിയാടിനെ അടിച്ചടിച്ച് വീട് മുഴുവൻ വൃത്തിയാക്കിക്കൊണ്ടേയിരുന്നു. ചെമ്മരിയാടിന്റെ കഴുത്തിൽ ഒരു ചരടിൽ താമ്പയുടെ നാണയം തൂക്കിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെയോ താഴെ പോയി. അവൾ അടിച്ചു വാരി എല്ലാ ചവറിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ വാരി അപ്പുറത്തെ മതിലൂടെ അപ്പുറത്തെ പറമ്പിലേക്ക് ആ ചവറുകൾ അങ്ങിടും. അന്നേ ദിവസം വൈകുന്നേരം മോഹൻ ആടിനും ചെമ്മരിയാടിനും കണ്ണുവിടാതിരിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം തളിക്കുകയായിരുന്നു. 86 ചെമ്മരിയാടിനെ കാണുമല്ലോ, ബാക്കിയുള്ളത് എവിടെ പോയി? അതെനിക്ക് അറിയില്ലല്ലോ ചേട്ടാ. ബാക്കിയുള്ളതിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, ഇല്ല നിന്നെ കൊന്നുകളയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗ്രാമത്തിൽ മുഴുവനും ചെമ്മരിയാടിനെ അന്വേഷിക്കാൻ തുടങ്ങി. മഞ്ജരിയാണെങ്കിൽ ഷെഡ് മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ചെമ്മരിയാടിനെ മാറ്റി ആടിനെ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു ബില്ലുവും ഭാഗ്യയും. അവർക്ക് പക്ഷേ ഇത് കണ്ട് പേടിയായിപ്പോയി. മോഹന്റെ വീട്ടിലും ആ ഷെഡിലും മാത്രം വെളിച്ചമുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് എത്തും പിടിയുണ്ടായിരുന്നില്ല. ഒന്നും അറിയാത്ത മട്ടിൽ മഞ്ജരിയുടെ അടുത്ത് പോയി ഭാഗ്യ ചോദിച്ചു, എന്തുപറ്റി മഞ്ജരി ചേച്ചി? ഉറങ്ങാതെ രാത്രി ഈ ചുറ്റിനിങ്ങനെ നടക്കുന്നു. ആരെങ്കിലും കാത്തിരിക്കുകയാണോ ഇവിടെ? മഞ്ജരി അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ആ ചെമ്മരിയാടിനെ കിട്ടിയില്ലെങ്കിൽ എന്റെ കെട്ടിയവൻ എന്നെ കൊന്നുകളയും ചേച്ചി. അയ്യോ കരയില്ല ചേച്ചി, നമുക്ക് നോക്കാം. മഞ്ജരി പറഞ്ഞ കാര്യം അവനോട് പറഞ്ഞ്, ആ ചെമ്മരിയാട് നമ്മുടെ അടുത്തുണ്ടെന്ന് അറിഞ്ഞാൽ അത് പ്രശ്നമാകും. അതിനെ എവിടെങ്കിലും കൊണ്ട് ഇടുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യേ. ഭാഗ്യ പറഞ്ഞ പോലെ അവൻ ആ ചെമ്മരിയാടിനെ തൂക്കിക്കൊണ്ടുപോയി കാട്ടിലെ വഴികളിലൂടെ നടന്നു പോയി. നിനക്ക് എന്തൊരു ഭാരവാ, ഇനി താഴെ ഇറങ്ങി നടക്ക, കഴുത്ത് വേദനിക്കുന്നു. അവൻ ചെമ്മരിയാടിനെ താഴെ ഇറക്കി ആ കാട്ടിലെ വഴികളിലൂടെ അവനെ കൊണ്ട് നടത്തിച്ചു. അവനെ അവിടെ തന്നെ ഉപേക്ഷിച്ച് വീട്ടിലോട്ട് പോയി. രാവിലെ ആയപ്പോൾ സൂര്യന്റെ കിരണങ്ങൾ ആ ചെമ്മരിയാടിന്റെ മേലെ വീണപ്പോൾ ആ ചെമ്മരിയാട് ഒരു പെൺകുട്ടിയായി മാറി കരഞ്ഞുകൊണ്ടേയിരുന്നു. ആ വശത്ത് ലോക്കി പറന്നുകൊണ്ടിരുന്നപ്പോൾ ഈ കരച്ചിൽ കേട്ടു. കാട്ടിലോട്ട് ഇറങ്ങി, നീ ആരാണ് പെൺകുട്ടി? നീ എന്തിനാ കരയുന്നേ? എന്റെ പേര് ലക്ഷ്മി എന്നാണ്. എന്റെ വീട് രാംപൂരിലാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇവിടെ വന്നൂന്ന്. എന്നെ ഒന്ന് തിരിച്ച് എന്റെ ഗ്രാമത്തിലേക്ക് ആക്കി തരാമോ? വിഷമിക്കണ്ട, ഞാൻ നിന്നെ കൊണ്ട് വിടാം. പക്ഷെ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയില്ലെന്നുണ്ടോ?
ഞാൻ ഒറ്റയ്ക്ക് രാത്രി വീട്ടിലോട്ട് നടന്നു പോവുകയായിരുന്നു. അപ്പോഴേക്കും ഭയാനകമായ ഒരു പിശാച് എന്നെ വന്നെടുത്തോണ്ട് പോയി. അതിനുശേഷം ഞാനിപ്പോ ദാ ഇവിടെയാണ്. ലോഹി പെൺകുട്ടി വന്ന വഴി തന്നെ നടന്നു തിരിച്ചു പോയപ്പോൾ ആ വഴിയിൽ കാൽപാദങ്ങൾ നോക്കിയപ്പോൾ അത് മനുഷ്യന്റെ അല്ല, മൃഗത്തിന്റെ ആയിരുന്നു. അതിലൂടെ പിന്നെയും നടന്നപ്പോൾ മനുഷ്യന്റെ കാൽപാദം അവൻ കണ്ടു. അതനുസരിച്ച് അവൻ നടന്നു പോയപ്പോൾ ഒരു വീടിന്റെ പുറകുവശത്താണ് എത്തിയത്. ലോഹി നേരെ വീടിന്റെ അകത്ത് പോയി എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ബില്ല എല്ലാം അവരോട് പറഞ്ഞു. എന്നെ വെറുതെ വിടണം, ഇല്ലെങ്കിൽ ഗ്രാമവാസികളൊക്കെ എന്നെ കള്ളനെന്ന് വിളിക്കും, എൻ്റെ മാനം പോകും. ഞാനിത് ആരോടെങ്കിലും പറയാതിരിക്കണമെങ്കിൽ നീ ഈ കുട്ടിയെ ഈ വീട്ടിൽ താമസിപ്പിക്കണം, ഞാൻ പറയുന്നത് വരെ. ഇതൊരു കാരണവശാലും ആരും അറിയരുത്. ലക്ഷ്മി, 3 ദിവസത്തിനുള്ളിൽ നിന്നെ ഗ്രാമത്തിലെത്തിക്കുക. ഇവിടെ നിൽക്കൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടിലോട്ട് പോകാൻ ശ്രമിക്കും. പക്ഷെ വീടിന് ചുറ്റിനും ലോഹിക്കകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഉണ്ടായിരുന്നു. ഭൂതപ്രേത ആത്മാക്കളുള്ള വീട്ടിലേക്ക് എനിക്ക് പോവാൻ പറ്റത്തില്ല. ഓ, ഈ വീട്ടിലൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കാട്ടിൽ വെച്ച് കണ്ട ആടുകളുടെ കാൽപാദങ്ങൾ മനുഷ്യൻ്റെതായി മാറി. ഇതിനെക്കുറിച്ച് അറിയണം. ഇതും പറഞ്ഞ് അവൻ ശ്മശാനത്തിന്റെ അടുത്തുള്ള മരത്തിന്റെ കമ്പിൽ പോയിരുന്ന് ഈ വീടിനെ തന്നെ നോക്കും. ഇതാരാ ആത്മാക്കളെ പോലെ മരത്തിൽ വന്നിരിക്കുന്നേ? നിങ്ങളാരാ ഒരു കുരങ്ങനെ പോലെ ഇതേ കയറിയിരിക്കാൻ? അതായത് നീ എന്നെ കാണുന്നുണ്ടെന്നാണോ? എനിക്ക് വേതാള സിദ്ധി വശമുണ്ട്. നിന്നെ പോലുള്ള ആളുകളെ എനിക്ക് ശരിക്ക് കാണാം. എൻ്റെ പൊന്ന മോനെ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണേ ചെയ്യാം. എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മരത്തിൽ കയറാനുള്ള കാരണം പറഞ്ഞു. ഓ, അതാണോ? അയാൾ പ്രേതമന്ത്രങ്ങൾ ചെയ്തുകൊണ്ട് പിശാചിന്റെ സഹായത്തോടെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു ചരട് കിട്ടുമ്പോൾ ആ പെൺകുട്ടി ഒരു ചെമ്മരിയാടായി മാറും. രാത്രിയിൽ ആ ചെമ്മരിയാടായ പെൺകുട്ടിയെ കൊണ്ട് ശ്മശാനത്തിനടുത്തുള്ള സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കും. അങ്ങനെ ഭൂതാത്മാവിന് സമർപ്പിക്കും. ഇനിയും സമുദ്രത്തിൽ മുക്കാൻ പറ്റിയില്ലെങ്കിൽ നനയാത്ത ശരീരത്ത് സൂര്യപ്രകാശം പതിച്ചാൽ ആ ചെമ്മരിയാട് വീണ്ടും മനുഷ്യസ്ത്രീയാകും. ഇത് ഞാൻ എല്ലാ ദിവസവും കാണുന്നതാ. വീട്ടിലൊരു സാധനം തീർന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചോദിക്കാമെന്ന് കരുതി അവൾ മതിലിന്റെ അടുത്ത് പോയി നിന്നപ്പോൾ അവൾ ഭാഗ്യനെ വിളിക്കാനായി പോകുന്ന സമയത്ത് അവളുടെ കണ്ണുകൾ താഴെ പോയി. നോക്കിയപ്പോൾ ചെമ്മരിയാടിന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന താമ്പയുടെ നാണയവും ചരടും കിടക്കുന്നതായിട്ട്. ഭാഗ്യ എന്നും ഇവിടെയാണ് ചവറിടുന്നത്. അപ്പോൾ കാണാതായിപ്പോയ 17ാമത്തെ ചെമ്മരിയാട് ഭാഗ്യ തന്നെയാണ് മോഷ്ടിച്ചിരിക്കുന്നത്. അവൾ ഓടിപ്പോയി മോഹന്റെ അടുത്ത് പറഞ്ഞു. മോഹൻ ഒരു വെട്ടുകത്തിയുമായി ബില്ലയുടെ വീട്ടിലോട്ട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ബില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മോഹൻ വീട്ടിലേക്ക് ലക്ഷ്മിനെ കൊണ്ടുവന്നിട്ട് അവളുടെ മുടിയിൽ ഈ താമ്പയുടെ നാണയത്തിന്റെ ചരട് കെട്ടും. കസാദരോധന അമൃക്കം മൃഗാദോധന വിവിർക്കം ഗ്രം ബ്രം ഭൂതാത്മാവശം. കസാദരോധന അമൃക്കം മൃഗാദോധന വിവിർക്കം ഭൂതാത്മാവശം. മന്ത്രം വായിച്ചപ്പോഴേക്കും അവൾ ചെമ്മരിയാടായി. ലക്ഷ്മിനെ മോഹൻ വീടിന്റെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് ലോഹിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ മരത്തിന്റെ മേളിലിരുന്ന് അങ്ങനെയിരുന്നു. പാതിരാത്രിയായപ്പോൾ ആ പ്രേത വീട്ടിൽ നിന്നും മന്ത്രങ്ങൾ കേൾക്കാൻ തുടങ്ങി. പ്രസാദ്യ രൂദന ആബ്രകം മൃഗാദ്യ വദന വിഭൂക്രകം ക്രം ബ്രം ഭൂതാത്മാ. ആ പ്രേതാത്മാവ് എണീറ്റു. അവൾ പറന്നുകൊണ്ടേയിരുന്നു. അതിന്റെ പുറകിൽ ലോഹിയും പറക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ലോഹിക്ക് ആ ഒരു പ്രേതാത്മാവിൻ്റെ മുമ്പിൽ ജയിക്കാനായില്ലായിരുന്നു. അവൻ താഴത്തോട്ട് വീണു. ആ പിശാച് ഒരു പെൺകുട്ടിയെ പറന്നുകൊണ്ട് കൊണ്ടുപോയി. ഇനിയൊരു കാര്യവുമില്ലെന്ന് ആലോചിച്ച് അവൻ നേരെ മോവയിലുള്ള മന്ത്രവാദിനിയായ കാക്കിയുടെ മുമ്പിൽ തന്നെ വന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു അവൻ. നീ എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ബേതാളുടെ ആത്മാവിന് ഭയങ്കര ശക്തിയാണെന്ന്. അവരെ നേരിടാൻ നിനക്ക് പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സംശയം തോന്നിയാൽ എന്നോട് വന്ന് പറയണമെന്ന്. വാ, എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും ദിവസം മന്ത്രം കൊണ്ട് ജപിച്ചു വച്ചിരുന്ന മാന്ത്രിക ദണ്ട് കയ്യിലെടുത്തുകൊണ്ട് ലോഹിയുടെ സഹായത്തോടെ പറന്ന് പോവാൻ തുടങ്ങി. ബേരാപൂർ എത്തിയപ്പോഴേക്കും ആ മാന്ത്രിക ദണ്ട് ഉപയോഗിച്ച് ആ കവചത്തിന്റെ അകത്ത് ഒരു വഴിയുണ്ടാക്കി അങ്ങനെ അകത്തോട്ട് കയറും.
ആ വീടിൻ്റെ അകത്ത് വലിയൊരു കുഴിയുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വലിയൊരു പ്രേതാത്മാവിൻ്റെ ഒരു മൂർത്തി ഉണ്ടായിരുന്നു. ഈ കാക്കീനെ കണ്ടതോടെ മോഹനും മഞ്ജരിയും ഒന്നായി അട്ടഹസിക്കാൻ തുടങ്ങി. ഞാൻ ഓർത്തു, വേറെ ആർക്കാണ് ബേതാൾ കിരീടം സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളത്? എന്തായാലും നീ തന്നെയാണല്ലോ അത്. 16 വർഷത്തെ കഠിന തപസ്യ കൊണ്ട് ബേതാൾ കിരീടം കൈവരിക്കാനായി എൻ്റെ ഈ ആയുസ് പോരാത്രേ. അതുകൊണ്ട് ബേതാൾ ഗണത്തിലുള്ള പ്രേതാത്മാവിന് 90 കന്യകളെ ഒരു ദിവസത്തെ രാത്രിയിൽ ബലി കൊടുത്താൽ എനിക്ക് ബേതാൾ കിരീടം കിട്ടും. പിന്നീട് എനിക്ക് മരണമേ ഉണ്ടാവില്ല. നിന്നെ പോലത്തെ ആൾക്കാരെ എനിക്ക് എളുപ്പമായി ഭസ്മമാക്കാനും കഴിയും. അതുകൊണ്ട് ആ പെൺകുട്ടികളെ എടുത്ത് ചെമ്മരിയാടാക്കി ബലി കൊടുക്കാൻ തയ്യാറാകുകയാണ്. ഒരു പെൺകുട്ടിയെ കൂടെ കിട്ടിയാൽ ബേതാളിലെ കിരീടം എനിക്ക് സ്വന്തം. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതെന്തായാലും സംഭവമല്ല. ലോക്കി, ഞാൻ ഇവളെ തീർക്കുന്ന സമയം വരെ നീ ആ ബേതാളുടെ മന്ത്രം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ സമയം കൊണ്ട് മന്ത്രവാദി കാക്കി നേരെ ഇവരുടെ തലയിൽ താമ്പയുടെ നാണയത്തിന്റെ ചരടങ്ങ് കെട്ടും. അങ്ങനെ അവൾ ചെമ്മരിയാടായി മാറി. എന്നിട്ടപ്പ തന്നെ അതിന്റെ കഴുത്തങ്ങ് അറുത്ത് കളയും. നിന്റെ ഈ കളികളൊന്നും മന്ത്രവാദിയായി എന്റെ അടുത്ത് നടക്കില്ല. ഇതാണോ ആ ചെമ്പ് നാണയം? ചുവന്ന കയർ കന്നികളിൽ മാത്രമേ പ്രവർത്തിക്കൂ അല്ലേ? കാലമുഖി കഠോര ബ്രഹ്മചാരിയാണ് ലോക്കി. അവൾ വൃദ്ധനാരി ശിരോമണിയാണ്. കാലമുഖിനെ കൊന്നു കഴിയുമ്പോഴേക്കും ആ വീടിന് ചുറ്റുമുണ്ടായിരുന്ന പ്രേതാത്മ കവചം പോകും. അങ്ങനെ എല്ലാ പെൺകുട്ടികളും ചെമ്മരിയാടിൽ നിന്നും പെൺകുട്ടികളാകും. എല്ലാരെയും അവരവരുടെ വീട്ടിലെത്തിക്കാൻ ലോക്കി ഓരോ ആൾക്കാരെ ഏൽപ്പിക്കും. ബേതാൾ കിരീടം നല്ല ആൾക്കാരുടെ കയ്യിലെത്തിയാൽ നല്ല കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. എന്നാൽ ചീത്ത ആൾക്കാരുടെ അടുത്ത് എത്താതെ നമ്മൾ സൂക്ഷിക്കണം ലോക്കി. അതെ അമ്മേ, നമ്മളുടെ കയ്യിലല്ലാതെ മൂന്നാമത് ഈ കിരീടമുള്ളത് ആരുടെ കയ്യിലാ? മൂന്നാമത്തെ വ്യക്തി ആരാണെന്ന് എന്നെ ബഹുമാനിക്കുന്നവർക്കറിയാം.